ഏറ്റവും സ്നേഹം നിറഞ്ഞ വിൻസനച്ച, പ്രിയപ്പെട്ട സെൽവിച്ചനച്ച, വികാരിയച്ച, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ പള്ളിപ്പുറത്തമ്മയുടെ തിരുനാളിനായി വ്യത്യസ്ത നാടുകളിലായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പള്ളിപ്പുറത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജനനിയുടെയും ജന്മനാടിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മൾ. അമ്മയായി കൂടെ നടക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതാംബികയുടെ മക്കൾ എന്നുള്ള രീതിയിൽ ഏറെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ള ഈ ജന്മത്തില് നമ്മൾക്ക് ലഭിക്കുവാനായിട്ട് ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വേറൊന്നില്ല. ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ കുറിച്ചിട്ട് പിയൂസ് 12 മാർപ്പാപ്പയുടെ പ്രത്യേക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മശരീരങ്ങളോട് കൂടിയിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ച അമ്മയെ പോലെ സ്വതന്ത്രമായ മനസ്സോടും എല്ലാവിധത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും വിമുക്തരായിക്കൊണ്ട് സ്വതന്ത്രമായി ജീവിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും അമ്മയുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ തിരുനാൾ എന്ന് പറയുന്നത് മാനവ സമൂഹത്തിന്റെ യാഗത്തിരുനാളാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. അതുകൊണ്ട് തന്നെ ഈ തിരുനാളിന്റെ നാളില് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മൾക്ക് സ്തോത്രഗീതം ആലപിക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ എല്ലാ ദിവസവും ദീപബലിയുടെ സമയത്ത് സ്വർഗം ഇറങ്ങി വന്ന് വസിക്കുന്നത് അനുഭവിക്കുന്നവരാണ്. ഇന്ന് പ്രത്യേകമായിട്ട് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി അമ്മയോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും ഒപ്പം നിന്നുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾക്കും അവരോടൊപ്പം ചേരുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നല്ലവനായ ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. നമ്മൾക്കറിയാം, 1 നവംബർ 1950 പിയൂസ് 12 മാർപ്പാപ്പ സ്വർഗാരോപണ തിരുനാള് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതായത് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച അമ്മയിലെ വിശ്വാസം ദൃഢമായിട്ട് ഏറ്റുപറയുന്ന നാട്. ആ നാളിലേക്ക് നമ്മൾക്ക് കടന്നു വരുന്നതിന് എത്രയോ നാൾ മുൻപായിട്ട്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപായിട്ട് ഈ പള്ളപ്പുറത്തിന്റെ മക്കള്, ഈ ദേശത്തിന്റെ മക്കള് അമ്മ സ്വർഗാരോപിതയാണ് എന്ന് ഏറ്റുപറഞ്ഞു എന്നുള്ളതിനെ ഓർത്തുകൊണ്ട് നമ്മൾക്ക് അഭിമാനിക്കാം. നേരത്തെ തന്നെ അമ്മയുടെ ഭക്തിയും അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള വാത്സല്യവും നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് നമ്മൾക്ക് തലമുറകൾ ചെയ്തു വന്ന വലിയ സുഹൃതത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ സാരം. നമ്മൾ എപ്പോഴും വായിച്ചു കേൾക്കുന്ന വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 12 അധ്യായത്തിൽ കാണുന്ന സൂര്യന്റെ കിരണങ്ങൾ ധരിച്ചിട്ടുള്ളവള്, ചന്ദ്രനെ പാദപീഠമാക്കിയിട്ടുള്ളവർ, 12 നക്ഷത്രങ്ങൾ കൊണ്ട് അതിമനോഹരമായിട്ടുള്ള കിരീടം ധരിച്ചിട്ടുള്ളവളായിട്ടുള്ള വ്യക്തിയെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ്. അമ്മയുടെ ആ മാതൃവാത്സല്യത്തിന്റെ മുൻപിൽ നമ്മൾക്ക് പ്രത്യേകമായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി തന്നെയായിരിക്കണം. അമ്മയുടെ ജീവിതം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒത്തിരിയേറെ നല്ല കാര്യങ്ങളുണ്ട്. എളിമയാർന്ന ഹൃദയത്തോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ സ്തോത്രഗീതം എന്ന് പറയുന്നത് നമ്മൾ സാമുവേലിന്റെ പുസ്തകം 1 അധ്യായത്തിലെ 2 അധ്യായത്തിൽ അതിമനോഹരമായിട്ട് ഹന്നായുടെ ഗീതമായിട്ട് നമ്മൾ കേൾക്കുന്നത് തന്നെയാണ്. അവിടെയുമുണ്ട് വലിയവനായിട്ടുള്ള ദൈവം നമ്മൾക്ക് നൽകുന്ന, മാനവ സമൂഹത്തിന് നൽകുന്ന വലിയ കൃപകളെ കുറിച്ച് ആവർത്തിച്ച് പാടുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യവംശത്തിന്റെ ചരിത്രം തന്നെ വീണ്ടും എടുത്തു പറയുന്ന നിമിഷങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് അമ്മ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്രയോ വർഷമായി നീ എന്റെ തിരുനാൾ ആഘോഷിക്കുന്നു, എത്ര മഹത്തരമായ രീതിയിലാണ് നീ ദൈവം നിനക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് തിരിച്ചറിയുന്നത്, നിന്റെ ജീവിതം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം അമ്മ നമ്മൾക്ക് നൽകുന്നുണ്ട്. അമ്മയോടത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് സ്തോത്രഗീതം ആലപിക്കാം എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളില് നമ്മൾക്കൊരു തോന്നലുണ്ടാവണം, നമ്മൾക്കൊരു ചോദ്യം ഉണ്ടാവണം. ആ ചോദ്യം എന്ന് പറയുന്നത് നിന്റെ വിശ്വാസം എത്രത്തോളമായി എന്നുള്ളതും, നിന്റെ ദൈവത്തെ അമ്മയെപ്പോലെ സ്വീകരിക്കുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അമ്മയെപ്പോലെ സധൈര്യം നേരിടുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ഒക്കെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ടല്ലോ. പരിശുദ്ധ അമ്മയുടെ അതിമനോഹരമായിട്ടുള്ള രീതിയിൽ ജപമാലയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു:
നിങ്ങൾ ഓരോരുത്തരും അമ്മയെ ജീവിത മാതൃകയായിട്ട് സ്വീകരിക്കണം. അത് പിയൂസ് 12 മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് പറയുക. അമ്മയെ ജീവിത മാതൃകയായിട്ട് സ്വീകരിക്കണം. കാരണം നീയും ആത്മാവോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് മരിച്ച ഉടനെ പ്രവേശിക്കേണ്ടവളാണ്. അവസാന വിധിനാളില് ശരീരത്തിന്റെ ഉയർപ്പം കാത്തു കഴിഞ്ഞ് ഈ ലോകത്തിലായിരിക്കേണ്ട വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ അമ്മ നിനക്ക് മാതൃകയായി മാറണം, എല്ലാ അർത്ഥത്തിലുമുള്ള മാതൃക. നമ്മളെപ്പോഴും പരിശുദ്ധ കന്യകാമാതാവിനെ കുറിച്ചിട്ട് എത്രമാത്രം കാര്യങ്ങളാണ് ചിന്തിച്ചു കൂട്ടുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് അമ്മയുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുക. ജന്മത്തിരുന്നാള്, ജനനത്തിരുന്നാള്, നമ്മൾക്ക് അമലോത്ഭവ തിരുനാൾ തുടങ്ങി എത്രയോ തിരുനാളുകളാണ്. അമ്മയെ നമ്മൾ ഏതൊക്കെ രീതിയിൽ പാടിപ്പുകഴ്ത്തിയാലും ജീവിതത്തിന്റെ യാത്രയിൽ വിശ്വാസം സ്വീകരിച്ച് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും അമ്മ നല്ല മാതൃകയായി കണ്ട് സ്വർഗോന്മുഖരായിട്ട് നീങ്ങണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടേതുപോലെ തന്നെ കഷ്ടപ്പാടിന്റെ ജീവിതമാണ്. വേദനയുടെ നിമിഷങ്ങൾ ഒത്തിരിയേറെ ഉണ്ടായിട്ടില്ലേ അമ്മയ്ക്ക്? എത്രമാത്രം സഹിച്ചു, എത്രമാത്രം കഷ്ടപ്പാടുകൾ. അവിടെയൊക്കെ പിതാവിന്റെ ഹിതം പൂർത്തീകരിക്കുവാനായിട്ട് അനുസരണയുള്ളവളായിട്ട് എല്ലായ്പ്പോഴും നിന്നുകൊടുത്ത മറിയത്തെ നമ്മൾക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കണം. നിന്റെ ഹൃദയത്തിൽ വാൾ കിടക്കുമെന്ന് ശിമയോൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുൻപിലും ഉണ്ടായിരിക്കണം. ആ വാളിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് കുരിശില് തന്റെ നെഞ്ചിലെ അവസാന തുള്ളി വരെയും മാനവ സമൂഹത്തിനായിട്ട് ഒഴുക്കി കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുവട്ടിൽ നിന്ന് കണ്ണിൽ നിന്നും ഇനി ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴുവാനില്ലാതെ മുഴുവനും കരഞ്ഞു തീർത്ത മറിയത്തിന്റെ ആ മഹനീയമായിട്ടുള്ളൊരു സാന്നിധ്യമുണ്ടല്ലോ. നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കുരിശിന്റെ കീഴിൽ നിൽക്കുന്ന ആ അമ്മയുടെ ധൈര്യം, അത് നമ്മുടെ ജീവിതത്തിലും ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മാതൃകയാക്കി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ഏതൊക്കെ നിമിഷങ്ങളിലാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾക്ക് ഉത്തരം കിട്ടാതെ വരുന്നത്? നിന്റെ വിശ്വാസം എവിടെ വരെയായി എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ വേദന നീ ഒത്തിരിയേറെ പറയും. അമ്മയുടെ അടുത്തായാലും കർത്താവിന്റെ അടുത്തായാലും നിനക്ക് പറയുവാനായിട്ട് 100,000 പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് വേദനയാകാം, അത് പലതരത്തിലുള്ളതാവാം, രോഗമാവാം, മക്കളെ കുറിച്ചിട്ടുള്ള ആവലാതികളാവാം, ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള വേദനകളാവാം, സഹോദരങ്ങളുടെ പ്രശ്നങ്ങളാവാം, കൂട്ടുകാരോടത്തുള്ള പ്രശ്നങ്ങളാവാം, മരണത്തിന്റെ ഭീതിയാവാം, പാപത്തില്, അഗാധതയില്, ഇരുട്ടില് കഴിയുന്ന ദുരവസ്ഥയാവാം. ഏതു തന്നെയായാലും പ്രിയമുള്ളവരെ, അവിടെയൊക്കെ നമ്മൾക്ക് അമ്മ നല്ല മാതൃകയായിട്ട് മുന്നിലുണ്ട്. നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ അമ്മ നയിക്കും. നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും നമ്മുടെ മുതിർന്നവരും നമ്മളോട് പറഞ്ഞു ചൊല്ലി പഠിപ്പിച്ച കാര്യങ്ങളില്ലേ? നീ ജപമാല കയ്യിലെടുക്കുമ്പോൾ മാതാവ് നിന്റെ കരങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ ജപമാല എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നിന്നെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആ അമ്മയുടെ മാതൃവാത്സല്യം ഒരിക്കലും മറക്കാതിരിക്കുവാനായിട്ട് നമ്മൾക്ക് ഈ തിരുനാളിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കണം. ഇവിടെ നമ്മൾക്ക് ഓരോരുത്തർക്കും മുന്നിലായിരുന്നു കൊണ്ട് സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മറിയം അത് മാത്രമല്ല, അവൾ ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യത്തിന് നമ്മൾക്ക് മറുപടിയുണ്ടല്ലോ. ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് തിരുസഭ തിരിച്ചറിഞ്ഞ 18 പ്രത്യക്ഷവൽക്കരണങ്ങളുണ്ട് അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട്. മകനെ, ഞാൻ മറിയമാണ് എന്ന് പറയുന്ന അമ്മയെ കാണുവാനായിട്ട് നമ്മളുടെ ഈ ദേവാലയത്തിൽ തന്നെ എത്രയോ പേർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ നമ്മൾ ശീലിച്ചു വരുന്ന ഈ നാളിലേക്കുള്ളൊരു കടന്നുവരവുണ്ടല്ലോ, അത് അതിമനോഹരമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ തിരുനാളിനൊരുക്കമായിട്ട് നമ്മൾ നോമ്പ് നോറ്റുകൊണ്ടാണ് നടക്കുക. 8 നോമ്പാവാം, ഇത്തവണത്തെ തിരുനാളിന്റെ 15 നോമ്പാവാം. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറ പാകിത്തന്ന നമ്മുടെ പൂർവികര് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള സത്യം, അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാനായിട്ടല്ലേ നമ്മുടെ ഈ പ്രാർത്ഥനയും നമ്മുടെ ഈ നോമ്പ് നോക്കലുമെല്ലാം. അവിടെ നമ്മുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് മറിയത്തിനോടൊപ്പം ആയിരിക്കുവാനായിട്ടുള്ള കൃപ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയതിനെ ഓർത്ത് നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് മറിയം നമ്മളെ നയിക്കുന്നത് അത് ഈശോയുടെ സന്നിധിയിലേക്കാണ്. നമ്മൾക്ക് ഏറ്റവും മനോഹരമായിട്ട് അറിയാം, പരിശുദ്ധ കന്യകാമാതാവിനെ നമ്മളെപ്പോഴും പാടിപ്പുകഴ്ത്തുന്നത് ഈശോയെ വഹിച്ചവൾ എന്നുള്ള രീതിയിലാണ്. ദ ടബർനക്കിൾ എന്ന് പറഞ്ഞ ആ മനോഹരമായിട്ടുള്ള വാക്കുകൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. അത് പരിശുദ്ധ ത്രിത്വത്തെ വഹിക്കുന്നവളായിട്ടാണ് മറിയം നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത്. പിതാവിന്റെ സ്നേഹം കാട്ടിത്തരുന്നവള്, പുത്രനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിച്ച, ഉദരത്തിൽ വഹിച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് ഈശോയ്ക്ക് ജന്മം നൽകിയവള്, പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് നൽകുവാനായിട്ട് നമ്മുടെ മുൻപിലേക്ക് എഴുന്നള്ളി വന്ന് നിൽക്കുന്ന മറിയത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. നമ്മളിന്ന് വായിച്ചു കേട്ട ദൈവവചന ഭാഗത്തിന് തൊട്ടു മുൻപായിട്ട് എലിസബത്ത്, എലീശ പുണ്യവതി എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, എൻ്റെ ഉദരത്തിൽ ഈ ശിശു കുതിച്ചു ചാടി എന്ന് പറയുന്ന ആ നിമിഷം
ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി മാറി എന്ന് പറയുന്ന നിമിഷം, പ്രിയമുള്ളവരെ, ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം ദൃഢപ്പെടുത്തുന്ന മറിയത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാവണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വർഗോന്മുഖരായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം ദൈവം ഒരുക്കിയത് നിനക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്തയുണ്ടാവണം. മറിയം നിനക്ക് വേണ്ടിയുള്ളവളാണ്, നിന്റെ അമ്മയാണ്, നിന്റെ കൂടെ നടക്കുന്നവളാണ്, നിന്നെ വാത്സല്യത്തോടെ നോക്കുന്നവളാണ്, പിതാവിൻ്റെ സ്നേഹം നിന്നിലേക്ക് ചുരിയുന്നവളാണ്. ഇതാണ് പരമമായ സത്യം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, സ്വർഗോന്മുഖരായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അത് നമ്മൾ അതിമനോഹരമായിട്ട് ആഘോഷിക്കണം. സ്വാതന്ത്ര്യം നേടിത്തരുവാനായിട്ട് എത്രയോ പേരാണ് ജീവൻ വെടിഞ്ഞത്, എത്രയോ പേരാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓരോ കാര്യങ്ങളും ചേർത്ത് പിടിച്ച് പഠിപ്പിച്ചത്. മറിയത്തിൻ്റെ ഒരു മാതൃക അവിടെ കാണുന്നില്ലേ? മറിയം എപ്പോഴാണ് തനിക്ക് വേണ്ടി ആയിട്ടുള്ളത്? മറിയം എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറിയത്തിന്റെ ജീവിതം മുഴുവൻ സമയവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് കാനായിലെ വിവാഹവേളയിലായിക്കൊള്ളട്ടെ, പന്തക്കുസ്ത നാളില് ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നിമിഷങ്ങളിലായിക്കൊള്ളട്ടെ, എല്ലായ്പ്പോഴും അത് തന്നെയാണ്. ഇന്ന് ഇവിടെ നമ്മൾക്ക് വേണ്ടിയായിരിക്കുന്ന മറിയത്തേക്കും കൂടി നമ്മൾക്കൊന്ന് ദർശിക്കുവാനായിട്ട് സാധിക്കണം. ആ സത്യം ഏറ്റു പറഞ്ഞുകൊണ്ട്, അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, മാതൃവാത്സല്യത്തിൽ പിതാവിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മൾക്ക് തുടരാം. നമ്മളെ കാത്ത് പരിപാലിക്കുന്ന അമ്മയുടെ സ്നേഹം ഏറെ പ്രത്യേകമായിട്ട് പള്ളിപ്പുറത്തമ്മയെന്ന് നമ്മൾ വിളിക്കുമ്പോൾ വികാരമായിട്ട്, വിചാരമായിട്ട്, ഭക്തിയായിട്ട് ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അമ്മ എന്നെ കാക്കുന്നു എന്ന് പറയുന്ന എത്രയോ ജനമാണ് ഈ ദേവാലയത്തിലൂടെ കടന്നു പോകുന്നത്, കടന്നു പോയിട്ടുള്ളത്, കടന്നു വരുവാനിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്ന് നിൽക്കാം. അമ്മ നമ്മളെ നയിക്കട്ടെ, അമ്മ നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ വളരുവാനും പിതാവിൻ്റെ കൂടെയാകുവാനും നമ്മുടെ ഈ വിളി ഏറ്റവും മഹനീയമായിട്ട് ജീവിക്കാം. ആമേൻ.